ഹേ ഗൈസ്, ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സാംസങ് ഷോപ്പ് ആപ്പിൽ നമ്മൾ ക്ലബ് പോയിന്റ്സ് യൂസ് ചെയ്യുമ്പോൾ വരുന്ന എറർ അതെങ്ങനെ കറക്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഭയങ്കര ചീപ്പ് റേറ്റിന് എങ്ങനെ സാംസങ് ഷോപ്പിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിക്കാം എന്നാണ്. ഇവിടെ ഞാൻ സാംസങ് ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് 45 വാട്ട് എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ആദ്യത്തെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് ബൈ നൗ കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ ചെക്കൗട്ട് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ച് പോവാണ്. സോ ഇതേപോലെ നമുക്ക് അടുത്തത് അഡ്രസ്, അതുപോലെ തന്നെ ഡെലിവറി ഓപ്ഷൻസ്, പിന്നെ നമുക്ക് പേയ്മെന്റ്സിലേക്ക് വരും. പേയ്മെന്റ്സിലാണ് ഞാനിപ്പോൾ ആ എറർ കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ നമുക്ക് സാംസങ്ങിന്റെ സ്മാർട്ട് ക്ലബ് പോയിന്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. സാംസങ് ഷോപ്പ് വഴി നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റ് മേടിക്കുമ്പോഴാണ് നമുക്ക് ഈ ക്ലബ് പോയിന്റ്സ് കിട്ടുക. ഒരു ക്ലബ് പോയിന്റ് ₹1 വർത്താണ്. എൻ്റെ 2586 ക്ലബ് പോയിന്റ്സ് ഉണ്ട്. അതിൽ 1000 ഞാൻ അപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ വി ആർ അൺഎബിൾ ടു പ്രോസസ് യുവർ റിക്വസ്റ്റ് അറ്റ് ദിസ് ടൈം എന്ന് പറഞ്ഞിട്ടാണ് എറർ വരുന്നത്. ഇത് ഞാൻ കുറേ ദിവസം പല പോയിന്റ്സിൽ ടൈപ്പ് ചെയ്തിട്ടും ഇതേ എററാണ് വരുന്നത്. സോ ഞാൻ സാംസങ്ങിന്റെ ഒഫീഷ്യൽ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ സാംസങ് സ്മാർട്ട് ക്ലബ് സപ്പോർട്ടിന്റെ കോൺടാക്ട് നമ്പർ തന്നു. അതിൽ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ ഇഷ്യൂ പറഞ്ഞു കൊടുത്തപ്പോൾ അവരൊരു മെയിൽ ID തന്നിട്ട് അതിൽ മെയിൽ അയക്കാൻ പറഞ്ഞു. നമ്മൾ സാംസങ്ങിന്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ഒരേ സമയത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഹോൾഡ് ആവും. അത് അവരുടെ കമ്പ്യൂട്ടർ ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മൾ റീറ്റെയിലർ ആണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യണേ. സോ അത് അൺഹോൾഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇമെയിൽ അയക്കണം. എന്നാലാണ് നമുക്ക് സ്മാർട്ട് ക്ലബ് പോയിന്റ്സ് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് ആദ്യം തന്നെ Gmail ഓപ്പൺ ചെയ്തിട്ട് ഒരു മെയിൽ കമ്പോസ് ചെയ്യണം. ssc.support@samsung.com നമ്മൾ മെയിൽ അയക്കേണ്ടത്. ഇതിൽ SSCയുടെ ഫുൾ ഫോം സാംസങ് സ്മാർട്ട് ക്ലബ് എന്നാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വേറൊന്നല്ല, നമ്മൾ ഈ മെയിൽ അയക്കേണ്ടത് സാംസങ് ഷോപ്പിൽ സൈൻ അപ്പ് ചെയ്യാൻ യൂസ് ചെയ്ത മെയിൽ ID വെച്ചിട്ടായിരിക്കണം. ഇതിന്റെ സബ്ജക്ട് നിങ്ങൾക്ക് സാംസങ് ക്ലബ് പോയിന്റ്സ് അക്കൗണ്ട് ഹോൾഡ് ഇഷ്യൂ അങ്ങനെ വല്ലതും കൊടുത്താൽ മതി. ഇതിന്റെ കണ്ടന്റ് ബ്രീഫായി ടൈപ്പ് ചെയ്താലും മതി. അതായത് എന്റെ അക്കൗണ്ട് ഹോൾഡായി കിടക്കുന്നത് കൊണ്ട് സാംസങ് ക്ലബ് പോയിന്റ്സ് യൂസ് ചെയ്യാൻ പറ്റണില്ല. സോ അക്കൗണ്ട് ഒന്ന് അൺഹോൾഡ് ചെയ്യണമെന്നാണ് കണ്ടന്റ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു ഇമെയിലിൽ 4 കാര്യങ്ങൾ മെൻഷൻ ചെയ്യണം. സാംസങ് ഷോപ്പ് അല്ലെങ്കിൽ സാംസങ്ങിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സൈൻ അപ്പ് ചെയ്യാൻ യൂസ് ചെയ്ത നമ്മുടെ പേര്, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, അതുപോലെ തന്നെ സാംസങ് സ്മാർട്ട് ക്ലബ് ID. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എറർ വരുന്നത് കാണിക്കുന്ന സ്ക്രീൻ റെക്കോർഡിങ്ങും എറർ വന്നതിന് ശേഷമുള്ള സ്ക്രീൻഷോട്ടും അറ്റാച്ച് ചെയ്യാം. ഇനി സാംസങ്ങിന്റെ സ്മാർട്ട് ക്ലബ് ID എങ്ങനെ കിട്ടാന്ന് അറിയില്ലെങ്കിൽ സാംസങ് ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ അടിയിൽ കാണുന്ന ഈ ഒരു മെനു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സ്മാർട്ട് ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ വെർച്വൽ കാർഡ് കാണാൻ പറ്റും. അതിന്റെ ഈ ഒരു പൊസിഷനിലായിട്ട് നിങ്ങൾക്ക് ആ സ്മാർട്ട് ക്ലബ് ID കിട്ടും. ഇനി നമുക്ക് തിരിച്ച് ഇമെയിലിലേക്ക് വരാം. നിങ്ങൾ മെയിൽ സെൻഡ് ചെയ്തതിന് ശേഷം റിപ്ലൈ ഒന്നും കിട്ടിയില്ലെങ്കിൽ രണ്ടാമത് സ്മാർട്ട് ക്ലബ് സപ്പോർട്ടിൽ വിളിച്ചിട്ട് ഈ ഒരു ഇഷ്യൂ പറയാം, മെയിൽ അയച്ചിട്ടുണ്ടെന്നും പറയാം. അപ്പോൾ ഈ കാണുന്ന പോലെ അവർ റിപ്ലൈ തരും. അതിന്റെ അടിയിൽ അവർക്ക് തിരിച്ച് സെൻഡ് ചെയ്യാനുള്ള ഡിക്ലറേഷൻ ഉണ്ടാവും. ഡിക്ലറേഷൻ വേറെ ഒന്നുമല്ല, നമ്മൾ റീറ്റെയിലേഴ്സ് അല്ല, നമ്മൾ പേഴ്സണൽ യൂസിന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ടു സാംസങ് സ്മാർട്ട് ക്ലബ് ടീം എന്ന് കാണാൻ പറ്റും. അത് മുതലാണ് ഡിക്ലറേഷൻ വരുന്നത്. ഇവിടെ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഉണ്ട്, അവിടെ നമ്മുടെ പേര് ഫില്ല് ചെയ്യണം. പിന്നെ നമ്മൾ ഈ മെയിൽ പതുക്കെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടിയിലായിട്ട് 3 സ്ഥലത്ത് ഫില്ല് ചെയ്യാനുണ്ട്. അതിലാദ്യത്തെ നമ്മുടെ നെയിം, പിന്നെ സ്മാർട്ട് ക്ലബിന്റെ മെമ്പർഷിപ്പ് നമ്പർ, അതിനുശേഷം ഈ മെയിൽ അയക്കുന്ന ഡേറ്റ്. സോ ഞാൻ നേരത്തെ കാണിച്ചു തന്ന 2 മുതൽ ഈ ഡേറ്റ് വരെ കോപ്പി ചെയ്യുക. എന്നിട്ട് ആ മെയിലിന് റിപ്ലൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ സബ്ജക്റ്റ് ഒക്കെ വരും. നമ്മൾ കണ്ടന്റ് മാത്രം പേസ്റ്റ് ചെയ്താൽ മതി. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ ഗ്യാപ്പിൽ ഫില്ല് ചെയ്യുക. ഇവിടെ കഴിഞ്ഞിട്ട് എൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും അടിക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ എൻ്റെ പേര്, സാംസങ് സ്മാർട്ട് ക്ലബിന്റെ മെമ്പർഷിപ്പ് നമ്പർ, പിന്നെ ഇന്നത്തെ ഡേറ്റ്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ മെയിൽ സെൻഡ് ചെയ്യണം. മെയിൽ സെൻഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സാംസങ് ഒരു SMS വരും. അതിൽ നമുക്കൊരു റെഫറൻസ് നമ്പറും കിട്ടും. ഇനി കുറച്ച് മണിക്കൂറിന് ശേഷം നമുക്ക് സാംസങ്ങിന് ഇതേപോലെ ഒരു മെയിൽ വരും. അതിൽ എഴുതിയിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ട് റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് സാംസങ് ഷോപ്പ് രണ്ടാമത് ഓപ്പൺ ചെയ്തിട്ട് ഇത് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോയുടെ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ പോലെ സാംസങ് പ്രോഡക്റ്റ് ചീപ്പ് റേറ്റിന് മേടിക്കുന്നത് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ആദ്യം തന്നെ 45 വാട്ട് എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ സെലക്ട് ചെയ്ത് 45 വാട്ട് അഡാപ്റ്റർ വിത്ത് കേബിൾ ആണ്. ഇതിന്റെ പ്രൈസ് 3500 രൂപയാണ് വരുന്നത്. ഞാനിത് വെറും 200 രൂപയ്ക്ക് മേടിച്ച് കാണിച്ചു തരാം. ഞാനിവിടെ പ്രൊഡക്റ്റ് ബൈ നൗ ക്ലിക്ക് ചെയ്തിട്ട് ചെക്കൗട്ട് ചെയ്യണതിന് മുന്നേ ഈ കാണുന്ന അപ്ലൈ കൂപ്പൺ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മൾ കൂപ്പൺ കോഡ് അടിക്കണം. റെഫറൽ കോഡിന്റെ ഓഫേഴ്സുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന റെഫറൽ കോഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ള കൂപ്പൺ കോഡ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിൽ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചാനലിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഞാനിവിടെ കൂപ്പൺ അപ്ലൈ ചെയ്തുകൊണ്ട് 3500 rupees മാറിയിട്ട് 1999 ആയിട്ടുണ്ട്. ഇപ്പൊ നെക്സ്റ്റ് അടിച്ചുകൊണ്ട് പേയ്മെന്റ് സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മാക്സിമം സാംസങ് ക്ലബ് പോയിന്റ്സ് അവൈൽ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് 1799 ആണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഞാൻ ആ സെയിം നമ്പർ ടൈപ്പ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇവിടെ ഞാൻ 1799 ടൈപ്പ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇതേപോലെ അതിന്റെ മുകളിൽ ബ്ലൂ കളറിലായിട്ട് ടോട്ടൽ പോയിന്റ്സ് ടു ബി റെഡീംഡ് 1799 ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ അക്കൗണ്ട് അൺഹോൾഡ് ആയതുകൊണ്ട് ഇപ്പോൾ പോയിന്റ്സ് റെഡീം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അടിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ടോട്ടൽ പ്രൈസ് 200 rupeesലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ UPI സെലക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്യാൻ പോവാണ്. പേയ്മെന്റ് ഒക്കെ ചെയ്തതിന് ശേഷം ഇതേപോലെ യുവർ ഓർഡർ ഈസ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് കാണാൻ പറ്റും. ഞാനിവിടെ പ്രൂഫ് കാണിച്ചത് ആരും ഫേക്ക് ആണെന്ന് പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടി പ്രൂഫിന് വേണമെങ്കിൽ ഈ ഒരു ചാർജർ ഡെലിവറി കിട്ടി കഴിഞ്ഞാൽ അതിന്റെ ഒരു യൂട്യൂബ് ഷോർട്സ് ഞാൻ ഇടാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫോർമേഷൻ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.